ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ട്, തേരും തിറയുമുണ്ട്. മുടിവെട്ടാ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ട്. വെട്രി വേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാഹോ വേൽ മുരുക ഹരോ ഹരാഹോ വേലായുധ ഹരോ ഹരാ. ചേട്ടാ ഇതാരാണ്? അതാണ് എന്റെയും ചോദ്യം. ഇതാരാണ്? നമ്മളിതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. താനിക്ക് കണ്ടിണ്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാരാണെന്ന്. എന്താ ഒരു ബ്രഷ് ഇരിക്കണേ മൂക്കിന്റെ അടിയില്? നിങ്ങൾക്കറിയോ ഇതാരാന്ന്? ഇല്ല അല്ലേ? മക്കളെ ലാലേട്ടനാ. കറക്റ്റടാ. കറക്റ്റാ. ലാലേട്ടാ അച്ഛന്റെ മോനെ ഒന്നിങ്ങനെ ചരിഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ ലാലേട്ടനാന്ന് പറയുന്നത് ശരിയാണോ എടാ? നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നടാ? അഭിനയം ആ ചെറിയ കൊള്ളായിരുന്നു. പക്ഷെ അതെ ചെയ്തു. പിന്നെ ആ ഒരു സ്റ്റെപ്പും അതും വെച്ച് എല്ലാം അടിപൊളിയാടാ, തകർത്ത്. തകർത്ത്. സൂപ്പർടാ, സൂപ്പർ. അഭിനവിനെ ഞാൻ ഇതൊന്ന് കൊടുത്തോട്ടെ. കൊടുക്ക. ഇപ്പൊ സണ്ണിയായി, ഡോക്ടർ സണ്ണി. സണ്ണി. ഓക്കെ. ആൻഡ് സണ്ണി വെറ്റ് വേൽമുരുകൻ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഹരിച്ചേട്ടാ, അഭിനവ് എന്തോ സാർ? ആദ്യം തന്നെ അഭിനവിന് ഈ ഒരു പാട്ട് എടുത്തോണ്ട് വന്നതിന് ഒരു വലിയ കയ്യടി. താങ്ക് യു സാർ. കാരണം അഭിനവ് ഭയങ്കര സേഫ് സോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു. അതിൽ നിന്ന് മോന ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാതെ വയ്യ. താങ്ക് യു സാർ. ഇനി പാട്ടിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റയർ ഒക്കെ കൊള്ളാം, പ്രോപ്പർട്ടീസും വെയിലും പിന്നെ സെറ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കുറെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം? പാട്ടില്. അതങ്ങ് പോയി. അതായത് ശൂരൻപട എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട്. അത് മറന്നു. അതായിരുന്നു ആദ്യത്തെ മിസ്റ്റേക്ക്. റിപ്പീറ്റ് പല്ലവി മൊത്തത്തിലൊരു 2 വരിയോളം മിസ് ചെയ്തു. പിന്നെ ട്രാക്കിൽ വന്നു. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു? കൂറുമ്പി വേൽമുരുക. പിന്നെ മുരുകൻ മാത്രമേ ഉള്ളൂ, വേലായുധനൊന്നും വേലായുധനില്ല. വേൽമുരുക ഹരോഹര. കിതക്കിയെന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴും എക്സസൈസ് ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷൻ വേണം. അതിന് മുമ്പേ കാർഡിയോ ചെയ്യണം. ചെയ്യാറുണ്ടോ? ജിമ്മിൽ എന്തെങ്കിലും പോവാറുണ്ടോ? നടക്കാനും വ്യായാമം ഒക്കെ ഉണ്ടോ? ഇങ്ങനെയല്ല വ്യായാമം. ചെറിയ സൗണ്ടോ? കുറച്ച് പറ. വല്ലപ്പോഴും. പക്ഷെ എഴുന്നേറ്റ് എങ്ങോട്ട് പോകുന്നു? നടക്കാൻ കാര്യമായിട്ടാണ്. ചില പാരന്റ്സിനോട് ചോദിച്ചു ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെ? വീക്ക്ലി ആണോ മന്ത്ലി ആണോ? വീക്ക്ലി എത്ര പ്രാവശ്യം പോവും? ഇയർലി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓനെ അതുകൊണ്ടാണ് നിനക്ക് ഈ എനർജി അല്ലെങ്കിൽ പാടുമ്പോ കിതയ്ക്കുന്നതൊക്കെ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതൊക്കെ ചാടി. നീ വീട്ടില് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ടാണോ പ്രാക്ടീസ് ചെയ്ത വീട്ടില്? അങ്ങനെ ദിവസം പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ഫുഡ് കൺട്രോൾ ചെയ്യണം. നമ്മള് കിതയ്ക്കും എന്ന് പറഞ്ഞ് പാടിയാൽ കിതയ്ക്കും. അതൊന്നും ആലോചിക്കരുത് കേട്ടോ. നമ്മള് അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുക. ബ്രത്ത്, നമ്മുടെ വോക്കലും നമ്മുടെ ലങ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ ഫുൾ ത്രോയിൽ ചാടി മറിഞ്ഞ് പാടാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ചാടി മറിയുമ്പോഴും നമ്മുടെ പാട്ട് ഒരിക്കലും ഔട്ട് ഓഫ് പിച്ചോ അല്ലെങ്കിൽ വരികൾ മിസ് ചെയ്യോ ഇതൊന്നും പറ്റരുത് കേട്ടോ. പിന്നെ എനിക്കൊരു സംഗതി ഇഷ്ടപ്പെട്ടു. ഒരു സാധനം പാടിയില്ലേ? അത് കൊള്ളാം. അത് ചേരുന്നൊരു സാധനം. ആ പാട്ടിന് ചേരുന്നൊരു സംഗതിയായിരുന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ട്, തേരും തിറയുമുണ്ട്. മുടിവെട്ടാ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ട്. എനിവേ നൈസ് അറ്റംപ്റ്റ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ഓളം ഉണ്ടാക്കിയത്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. അഭിനവ് എന്തോ സാർ? നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അഭിനവ്. താങ്ക് യു സർ. അതുപോലെ ഈ ശൂരൻപടയുടെ അത് റിപ്പീറ്റ് ഉണ്ടെന്നുള്ളത് കൊച്ചു കുട്ടിക്ക് വരെ അറിയാം, കുട്ടികൾക്ക് വരെ അറിയാം. അഭിനവ് അത് മിസ് ചെയ്തെന്ന് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയേട്ടോ. നാച്ചുറലി അത് ചിലപ്പോൾ ഇങ്ങനെ. വേറൊരു കാര്യം, ഇങ്ങനത്തെ ഒരു പാട്ട് ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ് കേട്ടോ. താങ്ക് യു സർ. സെക്കൻഡ് ഹാഫിലായിരുന്നു ഏറ്റവും കൂടുതൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും വന്നു തുടങ്ങിയത്. മറ്റേ ശ്വാസം മുട്ടി തുടങ്ങിയപ്പോൾ അവസാനം
വേൽമുരുക മാത്രമേ ഉള്ളൂ, വേലായുധനില്ല. മുല്ലംകൊള്ളി വേലായുധൻ അവിടെ നിന്ന് പാടുന്നുണ്ടെന്നുള്ളത് മാത്രം. ബാക്കി കംപ്ലീറ്റ് വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര. അവസാനം എന്റെ നേരത്ത് ബൈ ദ ബൈ വേലായുധൻ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഒന്ന് വേലായുധനും കൂടെ ഒന്ന് ഓർത്തു. വരി മറന്നു പോകുന്ന പരിപാടി ഇവിടെ പലരും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാത്തിനും കർശനമായി നമ്മൾ മാർക്ക് മാത്രം മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അപ്പൊ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ആ, അതായത് പല്ലവി മറന്നുപോയി 2ാം പ്രാവശ്യം. ഓക്കെ, എന്നാലും മോൻ നന്നായി പാടിക്കൊണ്ട് വന്നു, പല്ലവി മറന്നിട്ട് പോലും. അത് കഴിഞ്ഞ് ആ അനുപല്ലവി കഴിഞ്ഞ് ആ ചരണത്തിലേക്ക് കയറിയതും ശ്വാസവും ഗതപ്പും ഇതെല്ലാം തുടങ്ങിയതിന് ശേഷം അത് ശ്രുതിയായി, ശ്വാസമായി, അങ്ങനെ എല്ലാം കൈവിട്ട് പോയി തുടങ്ങി. അത് ഇനിയിപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇവർ പറഞ്ഞതെല്ലാം ചെയ്ത് നോക്കുക. എപ്പോഴാ മോനെ ശ്വാസം, എന്താ മോനെ പ്രോബ്ലം തുടങ്ങിയത്? ആ കാവടി എടുത്തപ്പോ തൊട്ടോ ചെറിയ ടെൻഷൻ വന്നു തുടങ്ങി. ടെൻഷൻ വന്നോ? ഈ പിള്ളേരൊക്കെ അങ്ങോട്ട് ഓടി വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ ഇവൻ ഇനി അങ്ങ് അടിച്ചു പരത്തുന്നു. കാരണം അവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ സ്റ്റേജില്, ഭയങ്കര. ഇവര് വന്നതോടുകൂടിയാണോ അങ്ങ് പോയത്? ഇല്ല ഇല്ല ഇല്ല. ആ ഇല്ല, അവിടെ തൊട്ടാണ് ആക്ച്വലി പോയത്. ഞങ്ങള് വിചാരിച്ചു ഇപ്പൊ അങ്ങ് മാലത്ത് കീറി ഭയങ്കര, ഞങ്ങളൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നാ പോരായിരുന്നു. പക്ഷെ അത് നല്ല രസമായിട്ട് വരുമായിരുന്നു. പുറകുന്ന എന്തായിരുന്നു തുള്ളല്. അതെ, പാർവതിയൊക്കെ ഞങ്ങളൊരു പ്രോത്സാഹനം കൊടുത്തതാ. അതെ, നന്നായിരുന്നു. നന്നായിരുന്നു അത്. കേട്ടോ മോനെ. അപ്പൊ ഞാനിനി കൂടുതൽ പറയുന്നില്ല, എല്ലാം ഇവര് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അബി, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക, മാർക്സ് 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി 8. താങ്ക് യു മാം. ഈ പിള്ളേരെന്തിനാ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്നു. ചേട്ടാ 7.5. താങ്ക് യു സർ. അഭിനവ് എന്തോ 23 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ. ആ, ഇനി ഇത് വാങ്ങരുത്, ഇല്ല. ഫോക്കസ് ചെയ്യണം. ആ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.